എന്തുകൊണ്ടാണ് ആക്നേസ് ഡെവലപ്പ് ചെയ്യുന്നത്? നമുക്ക് പല കാരണങ്ങളും കൊണ്ട് ആക്നെ ഡെവലപ്പ് ചെയ്യാം. പ്രധാനമായിട്ട് നമുക്ക് സൺ എക്സ്പോഷർ വരുമ്പോഴത്തേക്ക് നമുക്ക് ആക്നെ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ചിലവർക്ക് എൻഡോക്രൈനൽ ഡിസോർഡേഴ്സ് വരുമ്പം ലൈക്ക് PCOS, PCOD ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ആക്നെ ഡെവലപ്പ് ചെയ്യും. കൂടുതലും ആൻഡ്രോജൻ ഹോർമോൺ ലെവൽ കൂടുന്നത് കൊണ്ടാണ് ആ ഒരു ടൈമിൽ ആക്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ പ്രീ മെൻസ്ട്രുവൽ ഫ്ലെയർ അപ്പ് എന്ന് പറയാം. എന്ന് വെച്ചാൽ കൂടുതലും ഈ 12-13 വയസ്സുള്ള കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡ് ആക്റ്റീവ് ആവുന്ന ഒരു ടൈമിൽ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ടും നമുക്ക് ആക്നെ ഡെവലപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഓയിലി ഫേഷ്യൽസ് അധികമായി ചെയ്യുന്നത്, ഓയിലി പ്രോഡക്ട്സ്, ഓയിലി സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ അമിതമായി യൂസ് ചെയ്യുന്നത് കൊണ്ടും ആക്നയുടെ ഇഷ്യൂസ് വരാം. പിന്നെ ഹൈ ഗ്ലൈസീമിക് ഡയറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മിൽക്ക് കൺസപ്ഷൻ, പാലിൻ്റെ ഉപയോഗം, പാലിൻ്റെ ഉൽപ്പന്നങ്ങളും അധികമായി യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ആക്നയുടെ പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇത് കണക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ആക്നയുടെ ഇഷ്യൂ വരാം. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ കാരണം സ്ട്രെസ്സൊക്കെ കൂടുമ്പോഴത്തേക്കും ആക്നയുടെ ഇഷ്യൂസ് വരാം. ചിലവർക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ആക്നയുടെ ഇഷ്യൂസ് വരാം. ലൈക്ക് സ്റ്റിറോയിഡോ എന്തെങ്കിലും ഡ്രഗ് അലർജിയോ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും ഡ്രഗ് അലർജി ഒക്കെ വരുമ്പോഴും ആക്നയുടെ ഇഷ്യൂസ് വരാറുണ്ട്.